ജനസംഖ്യാ സെൻസസ് നടത്തുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2 ഘട്ടങ്ങളായിട്ടായിരിക്കും സെൻസസ്. ആദ്യഘട്ടത്തിൽ ഓരോ വീടുകളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ, ആസ്തികൾ എന്നിവ സമാഹരിക്കും. രണ്ടാം ഘട്ടത്തിൽ വീടുകളിലെ വ്യക്തികളുടെ എണ്ണം, വ്യക്തികളുടെ സാമ്പത്തിക വിവരങ്ങൾ എന്നിവ ശേഖരിക്കും. ആർ അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുള്ളൂ. അച്യുതൻ, ഈ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണല്ലോ, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടതിൽ? ഉന്മേഷ്, ഇന്നലെയാണ് ഈ ജനസംഖ്യാ സെൻസസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേർന്നത്. ആ യോഗത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇക്കാര്യം അറിയിക്കുകയുണ്ടായി. അതായത് ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഇന്നുണ്ടാകും എന്ന വിവരം അദ്ദേഹം പങ്കുവയ്ക്കുകയുമുണ്ടായി. ആ വിജ്ഞാപനമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പറയുന്നത് 2 ഘട്ടങ്ങളിലായി ആയിരിക്കും ഈ സെൻസസ് നടക്കുക. അതിൽ ആദ്യ ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ, ആസ്തികൾ എന്നിവ സമാഹരിക്കും. എന്നീ വിവരങ്ങളായിരിക്കും സമാഹരിക്കുക. രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെയും വ്യക്തികളുടെ എണ്ണം, അംഗങ്ങളുടെ എണ്ണം, അവരുടെ സാമ്പത്തിക വിവരങ്ങൾ ഉൾപ്പെടെയായിരിക്കും ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ശേഖരിക്കുക എന്നുള്ളതാണ്. ഒപ്പം ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത വർഷം ഒക്ടോബർ 1 മുതൽ നടപടികൾ ആരംഭിക്കും എന്നതാണ് ഈ വിജ്ഞാപനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തെ മറ്റിടങ്ങളിൽ സെൻസസ് നടപടികൾ 2027 മാർച്ച് 1 ആരംഭിക്കുക എന്നതും ഈ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. എന്തായാലും അതിനൊരു തുടക്കം ഈ 2027 രാജ്യത്തിന്റെ മറ്റിടങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള സെൻസസ് നടപടികൾ ആരംഭിക്കും എന്നുകൂടിയാണ് ഈ പുതിയ വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഉന്മേഷ്, ശരി. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.